നമുക്കിന്നൊരു സ്വീറ്റ് റെസിപ്പി കണ്ടാലോ. അതിനായിട്ട് ആദ്യം ഒരു ഫ്രൈയിങ് പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കാഷ്യൂനട്ടും കിസ്മിസും കുറച്ച് വറുത്ത് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ കടല ഉണ്ടല്ലോ, കടല എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഇരിക്കും. നമ്മൾ ഈ ചമ്മന്തിക്കൊക്കെ കൂടെ വെച്ച് അരയ്ക്കുന്നതും പിന്നെ മാലാടൂനൊക്കെ യൂസ് ചെയ്യുന്ന കടലയാണ്. അത് ഒരു കപ്പ് എടുത്ത് നന്നായിട്ട് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് ബാക്കിയുള്ള നെയ്യുടെ കൂടെ തന്നെ ഇട്ട് നന്നായിട്ട് വറുത്തെടുക്കണം. വറുത്ത് ചെറുതായിട്ടൊരു മണമൊക്കെ വരും. അങ്ങനെ ആ സമയം വരെ നന്നായിട്ട് വറുത്തെടുക്കാം. അതിനുശേഷം 2 കപ്പ് ജാഗരി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ജാഗരി പൗഡർ കൂടെ ഇട്ടിട്ട് 2 സ്പൂൺ നെയ്യ് കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് നന്നായിട്ട് അതെല്ലാം ആ പൗഡറും ജാഗരി പൗഡറും കടലപ്പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ആവുന്ന രീതിക്ക് 2-3 പ്രാവശ്യമായിട്ട് ഇടയ്ക്കിടയ്ക്ക് നെയ്യ് 2 സ്പൂൺ വെച്ച് ഇട്ട് ഒരു 3 തവണ അങ്ങനെ നെയ്യ് 2 സ്പൂൺ വീതം ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ രണ്ടും കൂടെ ചേർന്നിട്ട് ഈ ഒരു പരുവത്തിലെത്തും. ഇനി നമുക്ക് ഇതിലോട്ടൊരു 1/2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. 1/2 മുതൽ 3/4 കപ്പ് വരെ ആവാം പാലൊഴിച്ച് കൊടുക്കണം. പാലൊഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അത് ഇളകി വരുന്നവരെ നന്നായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം. പാലൊഴിച്ച് കൊടുക്കാം. നന്നായിട്ട് അത് ഇളകി വരണം. ഇങ്ങനെ ഒരു കുഴമ്പ് പരുവത്തിൽ വരും. അങ്ങനെ വരുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു പരുവം വരെ നമ്മൾ ആക്കിയെടുക്കണം. ഇതാണ് നമ്മുടെ അലുവയുടെ കറക്റ്റ് കൺസിസ്റ്റൻസി. നമ്മളിങ്ങനെ എടുത്ത് നോക്കുമ്പോഴത്തേനും ഇങ്ങനെ വിട്ടിങ്ങനെ വീഴണം. അതാണ് അതിൻ്റെ പരുവം. ആ പരുവം വരെ ഇളക്കിയിട്ട് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും കിസ്മിസും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഒഴിച്ച നെയ്യൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് മേളിലിങ്ങനെ പൊങ്ങി വരും. അതുവരെ നമ്മൾക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, കൈവിടാതെ ഇളക്കുക. അതിലിങ്ങനെ കുമിളകളൊക്കെ വന്നിട്ട് നമ്മുടെ ദേഹത്ത് ഇങ്ങനെ തെറിക്കുന്ന പോലത്തെ ആ ഒരു കൺസിസ്റ്റൻസി ആവണം. അതുവരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്, ഹെൽത്തിയും കൂടിയാണ്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, കമൻറ്റ്സ് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.